എല്ലാവർക്കും ക്യൂസ് യൂണിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും ഉപയോഗപ്രദമായ കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തര വീഡിയോ പരമ്പരയുടെ രണ്ടാം ഭാഗമാണിത്. ചോദ്യം നമ്പർ 1. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ്? ബെലാറൂസിന്റെ അരീന സബലങ്ക. ബെലാറൂസിന്റെ അരീന സബലങ്കയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ്. ചോദ്യം നമ്പർ 2. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ്? ഇറ്റലിയുടെ യാനിക് സിന്നർ. ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ്. ചോദ്യം നമ്പർ 3. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത്? ഇന്ത്യൻ താരം രോഹൻ ബോപ്പണ്ണ ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ദനുമായി ചേർന്ന്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ഇന്ത്യൻ താരം രോഹൻ ബോപ്പണ്ണ ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ദനുമായി ചേർന്ന്. ചോദ്യം നമ്പർ 4. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത്? ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റ് ആണ് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത്. ചോദ്യം നമ്പർ 5. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്? ഖത്തർ. ഖത്തർ ആണ് ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത്. ചോദ്യം നമ്പർ 6. 2026 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ വേദിയാകുന്നത്? ന്യൂജേഴ്സി, അമേരിക്ക. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് 2026 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ വേദിയാകുന്നത്. ചോദ്യം നമ്പർ 7. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്നത്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലാണ് 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്നത്. ചോദ്യം നമ്പർ 8. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയെ ആണ് തോൽപ്പിച്ചത്. ഓസ്ട്രേലിയ ആണ് 2024 അണ്ടർ 19 ലോകകപ്പിൽ കിരീടം നേടിയത്. ചോദ്യം നമ്പർ 9. 2024 സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോൾ ജേതാക്കൾ? ഇന്ത്യയും ബംഗ്ലാദേശും. ഇന്ത്യയും ബംഗ്ലാദേശുമാണ് 2024 സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോൾ ജേതാക്കൾ. ചോദ്യം നമ്പർ 10. ഏകദിന ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കായി ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ താരം? പാത്തും നിസംഗ. പാത്തും നിസാങ്കയാണ് ഏകദിന ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കായി ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ താരം. ചോദ്യം നമ്പർ 11. ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബോളർ? ജെയിംസ് ആൻഡേഴ്സൺ. ജെയിംസ് ആൻഡേഴ്സൺ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യത്തെ ഫാസ്റ്റ് ബൗളർ. ചോദ്യം നമ്പർ 12. 2023 വ്യാസ് സമ്മാൻ നേടിയ ഹിന്ദി എഴുത്തുകാരി? പുഷ്പഭാരതി. പുഷ്പഭാരതിയാണ് 2023 വ്യാസ് സമ്മാൻ നേടിയ ഹിന്ദി എഴുത്തുകാരി. ചോദ്യം നമ്പർ 13. കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച 10 രാജ്യങ്ങൾ പങ്കാളികളായ സഖ്യം അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ. കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച 10 രാജ്യങ്ങൾ പങ്കാളികളായ സഖ്യം അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ. ചോദ്യം നമ്പർ 14. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം? എക്സ്പോസാറ്റ്. എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ് ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠിക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം. ചോദ്യം നമ്പർ 15. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി? കാസർഗോഡ്. കാസർഗോഡാണ് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. ചോദ്യം നമ്പർ 16. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം ഏത്?
ഒഡീഷയാണ് 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം. ചോദ്യം നമ്പർ 17. പുരുഷ ടെന്നീസിൽ 1-ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം? രോഹൻ ബോപ്പണ്ണയാണ് പുരുഷ ടെന്നീസിൽ 1-ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം. ചോദ്യം നമ്പർ 18. കൂച്ച് ബീഹാർ ക്രിക്കറ്റ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം? പ്രാഗർ ചതുർവേദിയാണ് കൂച്ച് ബീഹാർ ക്രിക്കറ്റ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം. ചോദ്യം നമ്പർ 19. മഹാരാഷ്ട്ര വേദിയായ 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത്? കേരളമാണ് മഹാരാഷ്ട്ര വേദിയായ 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത്. ചോദ്യം നമ്പർ 20. ഒരു ടെസ്റ്റ് സീരീസിൽ 700 റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം? യശസ്വി ജയ്സ്വാൾ. ഒന്നാമത് സുനിൽ ഗവാസ്കർ. ഒരു ടെസ്റ്റ് സീരീസിൽ 700 റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ. ചോദ്യം നമ്പർ 21. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി? കൊല്ലം. 2024 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. ചോദ്യം നമ്പർ 22. സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങൾ? കുമരകം, ബേപ്പൂർ. സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങൾ? കുമരകം, ബേപ്പൂർ. ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നത്? ജനുവരി 1. ജനുവരി 1 ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നത്. ചോദ്യം നമ്പർ 24. കാലാവസ്ഥാ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനായി 2024 ജനുവരിയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വികസിപ്പിച്ചെടുത്ത സംവിധാനം? പഞ്ചായത്ത് മോസം സേവയാണ് കാലാവസ്ഥാ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനായി 2024 ജനുവരിയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വികസിപ്പിച്ചെടുത്ത സംവിധാനം. ചോദ്യം നമ്പർ 25. 2023 ഫിഡെ ലോക ബ്ലിറ്റ്സ് ആൻഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ ചാമ്പ്യനായത് ആര്? മാഗ്നസ് കാൾസൺ. 2023 ഫിഡെ ലോക ബ്ലിറ്റ്സ് ആൻഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ ചാമ്പ്യനായത് ആര്? മാഗ്നസ് കാൾസൺ.